ആഗമനകാലം 3-ാം വാരം തിങ്കൾ. തിരുവചനം. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനോട് ചോദിക്കുന്നു, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷം 21:23. നാം നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവയെ എതിർക്കുന്നത് ചിലപ്പോൾ സമൂഹത്തിൽ അറിവുള്ളവരും ജനപ്രമാണിമാരും ആയിരിക്കും. യേശുവിനെ എപ്പോഴും എതിർത്തത് ഫരീസേരും നിയമജ്ഞരും ആയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:50 യഹൂദർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണിമാരെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണബാസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. അന്ധനായ ബർത്തിമേവൂസ് നസ്രായനായ യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവനോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെട്ടതും യേശുവിനോട് കൂടെ ചേർന്ന് നിന്നവർ ആയിരുന്നു. യേശു ശിഷ്യന് തൻ്റെ ശിഷ്യത്വത്തിന്മേലുള്ള എതിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. യേശു ചോദിച്ചല്ലോ, പച്ചമരത്തോട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? യേശുവിൻ്റെ ശിഷ്യത്വം വെല്ലുവിളിയാണ്, പോർവിളിയാണ്. ശിഷ്യത്വത്തിൽ ഉറച്ചു നിൽക്കുവാനും ജീവിതം ഒരു സാക്ഷ്യമായി മാറുവാനും ഉൾക്കരുത്തും ധൈര്യവും ദൈവ അനുഗ്രഹവും കൂടിയേ തീരൂ. ഈ കൃപ നമുക്ക് സമർത്ഥമായിട്ട് ലഭിക്കുവാൻ താൽപ്പര്യപൂർവ്വം പ്രാർത്ഥിക്കാം.